എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ മരണം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഞാൻ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് പെട്ടെന്ന് നിങ്ങളോട് സംസാരിച്ച് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവക്ക് 8000 ഫോളോവേഴ്സ് ആക്കാണ്ടേ ഉള്ളാരും സത്യം പറഞ്ഞാൽ. ഇവിടെ നേരത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോയ്ക്കകത്ത് ഇവിടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചത്. കാരണം ഞാൻ ഈ ക്രോമിൽ കൂടെ സെർച്ച് ചെയ്ത സമയത്ത് 2015 എൻ്റെ കണി 2025 ആയിട്ടാണ് തിരിഞ്ഞത്. ഓക്കെ, ഞാനിപ്പോൾ അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, 5 വർഷം ഭരിച്ചതാണ്. ആ ഒരു സ്ത്രീയാണ് ഈ തോന്നിവാസം കാണിച്ച് ഒരുത്തന്റെ ജീവിതം ഇപ്പൊ തൊലച്ചത്. ഇവളെപ്പോലുള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയാം. ഇനി ഇവിടെ ആ പഞ്ചായത്തിൽ പോയിട്ട് ആ പുത്രങ്കണ്ടത്തിൽ പോലും ഇവിടെ കയറരുത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ അവളെല്ലാം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് 6000-7000 കിടന്ന ഫോളോവേഴ്സ് ഇപ്പൊ 11,000 ഫോളോവേഴ്സ്. എടാ നാണവും മാനം കെട്ട നാട്ടുകാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, കുറെ വിവരം കെട്ട ആൾക്കാരുണ്ട്. ഇവിടെ ഈ റീച്ചിന് വേണ്ടിയല്ലേ ഈ തോന്നിവാസം കാണിച്ചത്. ഈ റീച്ചിന് വേണ്ടി ഈ തോന്നിവാസം കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഈ ഫോളോവേഴ്സ് വിടും, ലൈക്ക് വിടും, കമന്റ് വിടും. അവൾക്ക് എന്താ പറയണ്ടേ, ഈ ഒരു മരണത്തിൽ നിന്ന് തന്നെ അവൾക്ക് റീച്ചും ഈ ഫോളോവേഴ്സും എല്ലാം കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളുണ്ടോ? ഞാനത് ആലോചിച്ച് പോകുന്നേ. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാ? ഓക്കെ, ഇതിന് മറുപടി ആയിട്ട് അവളൊരു വീഡിയോ ഇടും, ഞാനിപ്പോൾ സബ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കാന്ന് കരുതിയോ? ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തിലാന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം മരിച്ചവന്റെ ആത്മാവിന് കുറച്ച് ശാന്തി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ അവർക്ക് അങ്ങോട്ട് 10-12,000 ഫോളോവേഴ്സായി. പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട്. ഒരു പഞ്ചായത്തിൽ നിന്നൊരു വ്യക്തിയാണ്. നേരത്തെ പഞ്ചായത്തിലെ ഒരു പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. ജനഹൃദയങ്ങളിൽ 1ാമത്, ബാലറ്റിൽ 2ാമത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. 14ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അവള് 2015 UDF വേണ്ടി നിന്ന് ഭരിച്ചൊരു വ്യക്തിയായിരുന്നു അവള്. നാണം കെട്ട നാറി. ആ പഞ്ചായത്ത് ഇപ്പൊ മുടിപ്പിച്ചു കാണുമല്ലോ. ഇവിടെപ്പോലുള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വോയിസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ വോയിസ് വെക്കാം. സോറി, അതിനു മുമ്പ് ആ കൂട്ടുകാരന്റെ കരച്ചില് നിങ്ങളൊന്ന് കേൾക്കണം. ആ കൂട്ടുകാരൻ സംസാരിക്കുന്ന സംസാരം പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വോയിസ് ഞാൻ വെച്ചുതരാം നിങ്ങൾക്ക്. ദീപക് ആളെങ്ങനെയാണ് പൊതുവെ? ദീപക് അങ്ങനെ ഒരു ഇതിലേക്ക് പോവാത്തൊരു നല്ലൊരു ഇത് ഒരു വേണ്ടാത്തരത്തിലേക്കോ ഒന്നിലേക്കും ഇല്ല. ഇന്ന് നമ്മൾ സാധാരണ രാത്രി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിരിക്കുക. ഇന്നലെ രാത്രി പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് തലവേദനായിട്ട് അവിടെ വീട്ടിലെ, അതുകൊണ്ട് വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. വിളിച്ചാണെങ്കിൽ ഒന്ന് ഈ ഇതെന്താ വീഡിയോ വന്നതിന് ശേഷം ദീപക് മാനസിക വിഷമത്തിലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ വന്നതിന് ശേഷം മരിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഞാൻ പുറത്തായിരുന്നു, പണി വർക്ക് കഴിഞ്ഞിട്ട് വന്നത്. ബന്ധുക്കളൊക്കെ എന്താ പറഞ്ഞത്? ദീപകിന്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, ബാംഗ്ലൂരുള്ള ഫ്രണ്ട്. ആ ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. ദീപക് തൂങ്ങി എന്ന് പറയുന്നത് അന്നേരമാണ് അറിയുന്നത്. ബന്ധുക്കളൊക്കെ എന്താ പറയുന്നത്? ദീപക് ഈ വീഡിയോ വന്നതിന് ശേഷം ദീപക് മാനസിക വിഷമത്തിലായിരുന്നു. കുറച്ച് കല്യാണം ഇങ്ങനെ ഡിവോഴ്സ് ആയതിനു ശേഷം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറി. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു താങ്ങാൻ പറ്റാഞ്ഞ്. ഇത് നാട്ടുകാരോടൊക്കെ നല്ല ഒരു ഇതുമില്ല, വേണ്ടാത്തത് പറയാൻ പറ്റൂല, കഴിയൂല. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു വേണ്ടാത്തടത്തോ ഇതിലൊക്കെ വേണ്ടാത്ത ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നതിന്റെ മനോവിഷമത്തിലായിരിക്കും. എനിക്ക് താങ്ങാൻ പറ്റിയില്ലേ. അല്ലാതെ ഒരു വേണ്ടാത്ത ഒരു ഇതിൽ കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയാലും ഒരു മൈൻഡും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാത്തിനെ കൊണ്ടല്ലേ ഓൻ ഈ പണി ചെയ്തത്. സമയത്താണ് ഇത്തരത്തിൽ ഒരു യുവതി വീഡിയോ ചങ്ക് പൊട്ടിയിരിക്കുകയല്ലേ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിലും എന്താ പറയാ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയോ അറിയത്തില്ല. ആ ഒരു അവസ്ഥയാണ് ചില കാര്യങ്ങളിലൊക്കെ. ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത് വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. വിളിച്ചിട്ടാ നീ സമാധാനത്തോടെ ഇരി, നാളെ ഞാൻ അങ്ങോട്ട് വരാം, നീ കൂളായിട്ടിരിക്കുന്നു പറഞ്ഞു. നമ്മൾ ആരും പ്രതീക്ഷ കാണത്തില്ല ഇങ്ങനെ ഒരു സംഭവമൊക്കെ. നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നാലും നമ്മൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കും. നീ ഓക്കെ ആയിട്ടിരി, നാളെ നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അവസാനം കണ്ടില്ലേ എന്തോ. എന്നിട്ടില്ല, അവളിപ്പോൾ സുഖിച്ചങ്ങ് ഉണ്ടാക്കിയിരിക്കുക. എനിക്ക് ഞാൻ അവിടെ വോയിസ് വെച്ചുതരാം, അതൊന്ന് കാണും. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇതിന്റെ കറക്റ്റ് മറുപടി കമന്റ് ആയിട്ട് തന്നെ കൊടുക്ക്. പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു തീർത്തും. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കുന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കിരൺ വീഡിയോ ചിത്രീകരിച്ച യുവതിയുടെ പ്രതികരണം കൂടി ഏഷ്യാനെറ്റ് ന്യൂസ് തേടിയിരുന്നു. ശരീരത്തിൽ സ്പർശിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന് യുവതി പറയുന്നുണ്ട്. പയ്യന്നൂരിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് വടകര പോലീസിൽ വിവരം നൽകിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് തോമസ് യുവതിയുമായി സംസാരിച്ചു, അതുകൂടി കേൾക്കാം.
നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോടുന്നു. കാരണം അയാൾ തൊട്ടി റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു തുടങ്ങി. പിന്നെ അയാൾ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ നിങ്ങൾ 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കേട്ടോ. 2015 പഞ്ചായത്ത് മെമ്പർ ആയത്. അപ്പം 2020 വരെ നാട് കുട്ടി മുറിപ്പിച്ച് കാണുമല്ലോ ഇവിടെ. അങ്ങനെ ആകുമ്പോൾ ഇവളെ കുറിച്ച് കറക്റ്റ് അന്വേഷിക്കണം. അവിടെ എന്താണ് ഇവിടെ രീതി സ്വഭാവം കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ പഴയ ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കൂടെ. പിന്നെ ഇപ്പൊ അവള് പറഞ്ഞ കുറെ ന്യായങ്ങൾ, അയാൾ തൊട്ടുരുമി അങ്ങനെയാണ് മെറ്റയാണ് മറിച്ചയാണെന്നൊക്കെ. ഇതൊന്നും നിന്റെ വീഡിയോക്കകത്തൊന്നും മീൻസ് വീഡിയോക്കകത്ത് നീ പ്രതികരിക്കുന്നൊന്നും കാണിച്ചില്ലായിരുന്നല്ലോ. ആ ദേഹത്ത് മുട്ടിയ സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഒരാളുടെ ദേഹത്ത് ഇങ്ങനെ തൊടുകയാണെങ്കിൽ ഇതിങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ചിരിയൊക്കെ ഒന്ന് കാണണം ചേച്ചിയുടെ, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ പറയണമായിരുന്നു. അതായിരുന്നു പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ ദേഹത്ത് തൊടുവാണെങ്കിൽ അവന്റെ ചൗക്കട്ടി അടിച്ചു പൊട്ടിക്കണം. അല്ലാതെ വീഡിയോയുടെ മുമ്പിൽ അവൻ തൊട്ട് ഇനിയും തൊടട്ടെ, എനിക്ക് വീഡിയോ മാത്രം മതി, എനിക്ക് വീഡിയോ മാത്രം മതി. നിന്റെ ശരീരത്തിലാവൻ തൊട്ടെങ്കിൽ നിന്റെ ശരീരം അപ്പം നീ അടിക്കുക ചെയ്യേണ്ടത്. അല്ലാതെ അതിങ്ങനെ ഫോണിൽ കൂടി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നീ ശരിയാണോ? ആദ്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിരുന്ന് പറഞ്ഞാലൊന്നും ഈ നാശങ്ങളെന്നല്ലേ, കുറെ എണ്ണം ഉണ്ട്. ഇതുപോലുള്ള കുറെ നാറി ടീംസുകളുണ്ട്. ഞാൻ ഈ അടുത്ത സമയം കൊണ്ട് വെറുത്ത് പോയ കുറെ ടീംസുകളുണ്ട്. സത്യം പെണ്ണുങ്ങളെ നമ്പാൻ പോലും പറ്റത്തില്ല. വന്ന് സത്യം പറയാലോ, ഒരു മനുഷ്യനെ ഒരു മോശമാക്കാനും ഇവളുമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല ക്യാരക്ടറായിട്ടുള്ള വ്യക്തികളെ അതില്ലാണ്ടാക്കി കുറ്റങ്ങൾ മൊത്തം എല്ലാം നമ്മുടെ തലയിൽ വെച്ചിട്ട് പുണ്യാളത്തിൽ ചെയ്യുന്ന കുറെ എണ്ണത്തിനൊക്കെ ഈ അടുത്ത സമയത്ത് കുറെ എണ്ണത്തിനൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ മാത്രം. എന്തായാലും ആവുനീശ്വർ പറയുന്ന കൂടെ ഞാനൊന്ന് വെച്ചുതരാം. ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. വ്യാജ പരാതിയിൽ, വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ, ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും. ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപകായിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ്. ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ, നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും. മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തുനിന്നടക്കം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും. ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ഒരു ട്രെയിൻ യാത്രയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകിനെ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി, റീച്ചിന് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. ദീപകിനോടൊപ്പം തന്നെയാണ്. ദീപകിന് വേണ്ടി നമ്മൾ പോരാടണം. ഇന്ന് ദീപകിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക.
നമ്മുടെ സഹോദരനാകാം ഇത്, നമ്മുടെ മകനാകാം ഇത്, നമ്മുടെ അച്ഛനാകാം ഇത്. അതിശക്തമായ നടപടികൾ വേണം. പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഈ മെൻസ് കമ്മീഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വർ അറിയാലോ, ഈ അടുത്ത സമയം കൊണ്ട് രാഹുൽ ഈശ്വറിന്റെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്ന സമയത്തും രാഹുൽ ഈശ്വറാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മെൻസ് അസോസിയേഷൻ വന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്ക് പറയാം. കാരണം നാളെ നമ്മളെ വെറും ഉണ്ണാക്കരാക്കുന്ന പോലുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഒരു ബസ് യാത്ര ചെയ്യാൻ പറ്റും? എങ്ങനെ ഒരു ബസ് യാത്ര ചെയ്യാൻ പറ്റും? നമ്മൾ പോലും ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പെണ്ണുങ്ങളോടാണ് പറയുന്നത്, വേണം, പക്ഷേ ഓവറാക്കി ചളവാക്കരുത് ദയവ് ചെയ്തിട്ട്. ഇതിൽ കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് നല്ല രീതി മനുഷ്യരാവാൻ പഠിക്കാൻ ശ്രമിക്കുക, മനുഷ്യനാവാൻ. ഓക്കെ, ബൈ, ലവ് യു.